രാഷ്ട്രീയ നിരീക്ഷകരെയും ബി.ജെ.പി. പ്രവർത്തകരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻകാല കീഴ്വഴക്കങ്ങളെയും പല നേതാക്കളുടെയും പ്രതീക്ഷകളെയും അട്ടിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് നടത്തിയ ഈ നീക്കം കേരളത്തിലെ ബി.ജെ.പിക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്കായി കണക്കാക്കാം. വർഷങ്ങൾക്ക് മുമ്പ് എ.ബി. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആർ.എസ്.എസിലെ ബഹുമുഖ വ്യക്തിത്വമായ പി. പരമേശ്വരന് വേണ്ടിയായിരുന്നു രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും വാജ്പേയി കരുതിയത്. എന്നാൽ പരമേശ്വരൻ പകരം ഒ. രാജഗോപാലിനെ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ചരിത്രപരമായ തീരുമാനം അന്നത്തെ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ പ്രാതിനിധ്യത്തിൽ വലിയ മാറ്റമുണ്ടായി. വി. മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, സുരേഷ് ഗോപി, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി റിച്ചാർഡ് ഹേ എന്നിവർ ഒരേ സമയം രാജ്യസഭയിലെത്തി. ഇത് കേരളത്തിൽ നിന്നും ഇതാദ്യമായി ഒന്നിലധികം പേർ രാജ്യസഭാ അംഗങ്ങളാകുന്ന സാഹചര്യമാണ് ഒരുക്കിയത്. രണ്ടാം മോദി സർക്കാരിൽ വി. മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ഒരുമിച്ച് കേന്ദ്രമന്ത്രിമാരായി. മോദി സർക്കാർ വരുന്നതിന് മുൻപേ രാജ്യസഭയിൽ ഇടം നേടിയ മലയാളിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇതിനെല്ലാം പിന്നാലെയാണ് കായിക താരം എന്ന നിലയിൽ പി.ടി. ഉഷയുടെ നോമിനേഷനും ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററുടെ നിയമനവും. ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. പുതിയ മോദി സർക്കാരിൽ സുരേഷ് ഗോപി മന്ത്രിയായത് പ്രതീക്ഷിച്ച നീക്കമായിരുന്നു. കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ താരപദവി വലിയ സഹായകരമായിരുന്നു. എന്നാൽ ജോർജ് കുര്യനും അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലെത്തി. പിന്നീട് മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭാ അംഗമായി. ഇത് പലരെയും അത്ഭുതപ്പെടുത്തി. കുട്ടിക്കാലം മുതൽ യാതൊരു സമ്മർദ്ദവുമില്ലാതെ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഒരു ന്യൂനപക്ഷ സമുദായ അംഗമാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനവും രാഷ്ട്രീയ നിലപാടുകളും ബി.ജെ.പിക്ക് കേരളത്തിൽ പുതിയ മേൽവിലാസം നൽകാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ സ്വീകാര്യത നേടാനും അദ്ദേഹത്തെ പോലൊരു പൊതുസമ്മതനെ രംഗത്തിറക്കുക എന്നത് മോദി ഷാ കൂട്ടുകെട്ടിന്റെ തന്ത്രപരമായ നീക്കമായി കണക്കാക്കപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെ ബി.ജെ.പിയുമായി അടുപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇതിന് സമാനമായ മറ്റൊരു നീക്കമാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലെത്തിച്ചത്. ആർ.എസ്.എസുകാരുടെ പ്രിയപ്പെട്ട നേതാവും സംഘപരിവാർ പ്രസ്ഥാനത്തിൽ ബലിദാനി വികാരം ശക്തമാക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് സദാനന്ദൻ മാസ്റ്റർ. കണ്ണൂർ കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയായ ഇദ്ദേഹത്തിന് 1994 CPM ആക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ടിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സംഘപരിവാർ വൃത്തങ്ങളിൽ ഒരു പ്രത്യേക പരിവേഷം നൽകുന്നുണ്ട്. കേരളത്തിലെ ബി.ജെ.പിക്ക് സംഘടനാപരമായ പിന്തുണ നൽകുന്നതിൽ ആർ.എസ്.എസ് അകലം പാലിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രധാന വക്താക്കളിൽ ഒരാളായ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നത് ആർ.എസ്.എസ് ബി.ജെ.പി. ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടിയായി വിലയിരുത്തപ്പെടുന്നു. ഇത് ബി.ജെ.പിയുടെ അടിസ്ഥാന വോട്ടർമാരെ കൂടുതൽ ഒന്നിപ്പിക്കാനും ആർ.എസ്.എസിന്റെ പിന്തുണ ഉറപ്പാക്കാനും സഹായിക്കും. ജോർജ് കുര്യൻ, പി.ടി. ഉഷ, സദാനന്ദൻ മാസ്റ്റർ എന്നിവർ ഒരേ സമയം ബി.ജെ.പി. അക്കൗണ്ടിൽ രാജ്യസഭാ അംഗങ്ങളാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 3 പേരും ബി.ജെ.പിക്ക് വിവിധ തലങ്ങളിൽ കരുത്തു പകരുന്നുവെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. കേരളത്തിലെ ബി.ജെ.പിയിൽ നിലനിന്നിരുന്ന ഗ്രൂപ്പിസത്തെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് മോദി ഷാ കൂട്ടുകെട്ട് സ്വീകരിക്കുന്നത്. കെ. സുരേന്ദ്രൻ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നെങ്കിലും കർണാടകയിലെ ബി.ജെ.പിയിൽ നിറഞ്ഞുനിന്ന രാജീവ് ചന്ദ്രശേഖരെ ആ ദൗത്യം ഏൽപ്പിച്ചതും മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. കേരളത്തിലെ ബി.ജെ.പിയിൽ ഗ്രൂപ്പിസം അനുവദിക്കില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ തീരുമാനങ്ങളിലൂടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത്. എല്ലാവരും ഒരുമിച്ച് നീങ്ങണമെന്ന സന്ദേശം നൽകാൻ അമിത്ഷാ കേരളത്തിൽ നേരിട്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ പലരും അടുത്ത രാജ്യസഭാ അംഗം താനാകുമെന്ന് സ്വപ്നം കണ്ടിരുന്നു. സുരേന്ദ്രൻ രാജ്യസഭാ അംഗമായി കേന്ദ്രമന്ത്രിയാകുമെന്ന് പോലും പ്രചരണമുണ്ടായി. എന്നാൽ സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനത്തോടെ പല പ്രമുഖ ബി.ജെ.പി. നേതാക്കളുടെയും രാജ്യസഭാ മോഹങ്ങൾക്കാണ് തിരിച്ചടിയുണ്ടായത്. മുൻ മന്ത്രി വി. മുരളീധരൻ, മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, കെ. സുരേന്ദ്രൻ തുടങ്ങിയവരെല്ലാം രാജ്യസഭാ അംഗത്വവും കേന്ദ്രമന്ത്രിസ്ഥാനവും സ്വപ്നം കണ്ടിരുന്നവരാണ്. പത്മജ വേണുഗോപാലിന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന് ചിലർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവരെ ഗവർണറാക്കുമെന്ന പ്രചരണമാണ് കൂടുതൽ സജീവമായിരുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃനിരയിൽ പത്മജയെ ഉൾപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവർക്ക് പ്രാധാന്യം ലഭിക്കുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. എന്നാൽ പാരമ്പര്യ മുഖങ്ങളെയും മുതിർന്ന നേതാക്കളെയും മറികടന്നുള്ള സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ എൻട്രി ബി.ജെ.പി. സംസ്ഥാന ഘടകങ്ങളിലെ പലർക്കും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ തീരുമാനത്തെ പരസ്യമായി എതിർക്കാൻ ആഗ്രഹിച്ചവർക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിലും വലിയ സർപ്രൈസ് ആണ് കേരളത്തിന് വേണ്ടി 2020
2025 ജൂലൈ 13 മോദി സർക്കാർ രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിലൂടെ പുറത്തുവിട്ടതെന്ന് ശ്രദ്ധേയമാണ്. കേരളത്തിലെ BJPക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇതുവരെ ഒരു RSS പ്രചാരകനെ ലഭിച്ചിട്ടില്ല എന്നത് RSS BJP ബന്ധത്തിലെ ചില അകൽച്ചകളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിലെ കേരളത്തിലെ പ്രധാന വക്താക്കളിൽ ഒരാളായ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നത് RSSന്റെ പിന്തുണയും വിശ്വാസവും തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായി കണക്കാക്കാം. സദാനന്ദൻ മാസ്റ്റർ തന്നെ ഈ നിയമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും പ്രധാനമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ സൂചന നൽകിയിരുന്നുവെന്നും പറയുകയും ചെയ്തു. സന്തോഷമുണ്ട്, പദവിയെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ സൂചന നൽകിയിരുന്നു, നേരിട്ടും സംസാരിച്ചിരുന്നു. കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിനും ശക്തി പകരുന്ന തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. വികസിത ഭാരതം എന്ന സന്ദേശം പാർട്ടി നൽകിയിട്ടുണ്ട്. അത് സാധ്യമാകുന്ന നയങ്ങൾ പാർട്ടി സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായും ഇതിനെ കാണാമെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഈ നീക്കങ്ങൾ കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുമെന്നാണ് വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വികസിത ഭാരതം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാനും ഈ തന്ത്രപരമായ തീരുമാനങ്ങൾ എത്രത്തോളം സഹായമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. BJPയുടെ സംഘടനാപരമായ കെട്ടുറപ്പിനും ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കുന്നതിനും ഈ പുതിയ നീക്കങ്ങൾ നിർണായകമാകും.